ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞങ്ങളുടെ മോണ്ടനീഗ്രോയിലെ 3rd ഡേ ആണിത്. ഞങ്ങൾ ബുദ്വയിൽ 1 ഡേ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ ബീച്ചും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് കോട്ടൂറിലെ ഓൾഡ് ടൗൺ കാണാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ നേരെ ബസ് സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് ബസ് സ്റ്റേഷനിൽ നേരെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 3 hours ജേണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോട്ടൂർ ടൗണിൽ എത്തി. ഞങ്ങൾ ഓൾറെഡി നമ്മുടെ കോട്ടൂർ ഓൾഡ് ടൗണിൽ തന്നെ ഏകദേശം സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടുകൂടി. ഓൾഡ് ഗ്രീസ് വേർഡായ കെറ്റേരിയോ, അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹോട്ട്, ചൂടെന്നാണ് അർത്ഥം. അവിടെ നിന്ന് ഉത്ഭവിച്ച ഒരു വേർഡാണ് കോട്ടൂർ എന്ന് പറയുന്നത്. കോട്ടൂർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിന് ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു കവാടത്തിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കിടന്ന് നമ്മുടെ ഓൾഡ് ടൗണിലെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും ചെറിയ ചെറിയ വഴികൾ കാണാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടി പോയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വഴി പറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ. അവരുടെ റിച്ച് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ എല്ലാം ചുറ്റി കിടക്കുന്ന ഒരു പ്ലേസിൽ ഒന്നാണ് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. റിച്ച് ഹിസ്റ്ററി ഓഫ് കോട്ടൂർ എന്ന് പറയുന്നത് ആൾസോ പാരലൽ ടു ദ റിച്ച് കൾച്ചർ ഓഫ് ഇറ്റ്സ് ടൗൺ. അതായത് ഇവിടെ ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അതായത് ഇലിറൻസ്, വിയറ്റ്നാമീസ്, ഓസ്ട്രേലിയൻസ്, ഫ്രഞ്ചുകാർ, ഇങ്ങനെ ഇവരെല്ലാവരും പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഓൾഡ് ടൗൺ ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ റിച്ച് കൾച്ചറും ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് അവരുടെ ആൻറ്റിക് രീതികളിലുള്ള ഓർണമെൻറ്റ്സും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രസ്സസ് ആയാലും ഇതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നതും കാണാൻ. ചില ഷോപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എന്നെ ആകർഷിച്ച വേറൊരു കാര്യമാണ് ഇവിടെ ഈ വഴിയോരങ്ങളിലെല്ലാം നമുക്ക് പൂച്ചകളെ കാണാൻ പറ്റുമായിരുന്നു. ഈ ഷോപ്പിലെ ഉടമസ്ഥരൊക്കെ തന്നെയാണ് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ ക്യാറ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഷോപ്പുകളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ പൂച്ചയുടെ പല രീതിയിലുള്ള ഈ എന്താ പറയുക, ചെറിയ ചെറിയ സ്റ്റാച്യൂസും ഫോട്ടോസും പിന്നെ കീ ചെയിൻസ് അങ്ങനെയുള്ള പല സാധനങ്ങളും ആ ഷോപ്പുകളിലൊക്കെ കാണാമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ പാക്കേജുകളുണ്ട്. ഇത്ര എമൗണ്ടിന് ഇത്ര €50, €40 ഒന്ന് പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലും നമ്മളെ പറഞ്ഞ് വീഴ്ത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് ഇങ്ങനെ നടക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവർ നല്ല രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. ഓരോ കടകളിലും പല രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അതെല്ലാം കണ്ട് ആസ്വദിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ റൂം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓൾഡ് ടൗണിൻ്റെ എങ്ങനെയാണോ അതിരിക്കുന്നത് ആ ഒരു ശൈലി തന്നെയാണ് അതിൻ്റെ അകവും പുറവും ഒക്കെ ഞങ്ങൾക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. പക്ഷേ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈവൻ കുക്ക് ചെയ്യാനും എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡിയും കൂടിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ റൂം വന്നിട്ട് ഓൾഡ് ടൗണിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ നല്ല സൗകര്യപ്രദം കൂടിയായിരുന്നു. അങ്ങനെ റൂമിൽ വന്നൊന്ന് സെറ്റൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി.
ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റും ഇങ്ങനെ പാറക്കെട്ടുകളെല്ലാമായിട്ട് അതിലൂടെ ചെറിയൊരു ഒരു വെള്ളക്കെട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ പിക്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കോട്ടൂർ ഫോർട്രസ് കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കുറച്ച് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് ചെറിയൊരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട്. പക്ഷേ അത് വന്നിട്ട് നമുക്ക് നല്ല ഒരു എനർജി ഉള്ള ടൈം മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുറേ പടികളും അങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് സാഹസികത നിറഞ്ഞ ഒരു പാതയും കൂടിയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ ചെന്നാൽ നമുക്ക് ഈ കോട്ടൂറിൻ്റെ ഈ എല്ലാ പ്രദേശങ്ങളും നല്ലൊരു വ്യൂയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിടെ മുകളിലായിട്ട് ഒരു ഓൾഡ് ചർച്ചൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ധാരാളം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ചർച്ചും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് നിന്ന് കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് തിരിച്ച് ബോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ നേരെ പോയി. പിന്നെ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ കുറച്ച് തപ്പി നോക്കി, കാരണം ഇവിടുത്തെ ഹോട്ടൽസൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് വേറൊരു ഹോട്ടൽസ് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ വിത്ത് ലോഡഡ് ഫ്രൈസൊക്കെ ആയിട്ട് ഒരൈറ്റം, പിന്നെ വന്നിട്ട് ചിക്കൻ കറി ആൻഡ് റൈസ്. പക്ഷേ ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിങ്ങിലാണ് പോയത്. ബോട്ടിങ്ങിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേയിൽ കുറച്ച് ഷോർട്സും കൂടി ഇതിനകത്ത് തന്നെ കയറ്റിയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ആണിത്. അപ്പോൾ മോർണിംഗ് വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഒരു അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു ടോപ്പിൽ കയറി നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് അവിടെ കുറച്ച് ഇങ്ങനെ അവിടെ ബോട്ടിംഗ് എല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റിവർ, അതിൻ്റെ സൈഡൊക്കെ നല്ല വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ മോർണിംഗ് അവിടുത്തെ ആ പ്ലേസിൻ്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അട്രാക്റ്റീവ് ഭംഗി തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ അവർക്ക് പ്രിസർവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ചെയ്യാൻ അവർക്ക് അനുവദിക്കുന്നതല്ല. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വേണം അവിടെയുള്ള ഷോപ്പുകളും കഫറ്റീരിയാസും എല്ലാം തന്നെ പ്രവർത്തിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ആർട്ട് മ്യൂസിയം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. ഫുൾ അവരുടെ കൾച്ചറിലുള്ള ഓരോ സാധനങ്ങളും ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ഓൾഡ് ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റിൽ ഒന്നാണ് ഇവോളി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. റേറ്റ്സൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ UK ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരു ഡിഫറൻസൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളും അവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമുക്കിവൻ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ മെയിൻലി കുറേ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. മീറ്റ് പല രീതിയിലും അവിടെ ലഭിക്കും. വെച്ചാൽ പല സ്ലൈസസ് ആയിട്ടോ അത് ഫുള്ളായിട്ടോ അങ്ങനെ എങ്ങനെ വേണം ആ രീതിയിലൊക്കെ നമുക്കവിടെ ലഭിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു ഇവിടെ ചെറിയ ഇതുപോലെ തന്നെ ഒരു നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അവിടുത്തെ ഭംഗി ആ ഒരു എന്താ പറയുക മൗണ്ടെയ്ൻസിൻ്റെയൊക്കെ ആ ഈവനിങ് ഉള്ള ഭംഗികളൊക്കെ ആസ്വദിച്ചു ഞങ്ങളങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് പോലെ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് പിള്ളേരും ഫാമിലീസൊക്കെ ആയിട്ട് വന്നിരുന്ന് അതെല്ലാം ആസ്വദിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഓൾഡ് ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ കാണുന്ന ഒരു പ്ലേസാണിത്. ഇത് അത്രയ്ക്ക് നല്ല സുന്ദരമായൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറച്ച് മറ്റേതിനേലും കുറച്ചും കൂടി വലുപ്പമുള്ളതായിരുന്നു. ഐഡിയ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ മെയിൻലി ഇവിടെ ഒരു വോളി, ഐഡിയ ഇങ്ങനെ 2-3 സൂപ്പർ മാർക്കറ്റാണ് പല പല ബ്രാഞ്ചസ് ആയിട്ട് കാണാൻ സാധിച്ചിരുന്നത്. ഇവിടെയും ധാരാളം ചീസുകളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള മീറ്റും അതെല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. മെയിൻലി ഇതൊക്കെ ചീസസ് ആണ്, പലതരത്തിലുള്ള ഹോം മെയ്ഡ് ചീസസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഉണക്കിറച്ചി, അതുപോലെ തന്നെ കൂടുതലും ബീഫും പോർക്കും. ചിക്കൻ ഉണ്ട്, പക്ഷേ എനിക്ക് കൂടുതലും കാണാൻ പറ്റിയത് ഈ ബീഫ്, പോർക്ക് അങ്ങനത്തെ പല രീതിയിലുള്ള സ്ലൈസസും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ കാണുന്നത് നൈറ്റിലുള്ള ഓൾഡ് ടൗണിൻ്റെ ആ ഭംഗിയാണ്. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട നല്ല ഓർണമെൻറ്റ്സൊക്കെ കണ്ടായിരുന്നു. ചിലതൊക്കെ കാണാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതി തന്നെയാണ് അവരത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു മാലയും ഒരു ചെറിയ കമ്മലൊക്കെ വാങ്ങി. പിന്നെ ഈ ഷോപ്പിലായാലും അവർ ഹാൻഡ് മെയ്ഡാണെന്നാണ് പറഞ്ഞത്. ഹാൻഡ് മെയ്ഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന കുറേ ബാഗുകളും കുറച്ച് ഡ്രസ്സസൊക്കെ അവിടെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഓരോരോ ഷോപ്സൊക്കെ അവർ ക്ലോസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇവിടുത്തെ ആർക്കിടെക്ചേഴ്സ് അതേപോലെ ചർച്ചുകളെല്ലാം അതിൻ്റെ തന്നെ രീതിയിലാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ചർച്ചസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റിയായിരുന്നു. ഒരു എന്താ പറയുക, അവരുടെ കൾച്ചേഴ്സും പിന്നെ ആൻറ്റിക് രീതിയിലുള്ള കുറേ ശൈലി തന്നെയാണ് അതെല്ലാം പണിതേക്കുന്നത്. നൈറ്റിലായാൽ പോലും ആ കോട്ടൂർ ടൗണിൻ്റെ ഭംഗി നല്ല ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ അതിലേക്ക് നടന്നു പോകാൻ. ഈവൻ അതിൻ്റെ ആ ഫ്ലോറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുക പേർവ്ഡ് സ്റ്റോൺസൊക്കെ നല്ല തിളക്കത്തോടു കൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ പതുക്കെ നമ്മുടെ റൂമിലോട്ട് പോയായിരുന്നു. പിന്നെ നമുക്ക് ഈവനിങ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തിറങ്ങാമെന്നായിരുന്നു പ്ലാൻ. കാര്യം കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഒരു 10-11 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങി. രാത്രി കാലങ്ങളിൽ പലതരത്തിലുള്ള മ്യൂസിക്കുകളും എല്ലാവരുടെയും ശബ്ദങ്ങളെല്ലാമായിട്ട് ഓൾഡ് ടൗൺ നല്ല സജീവമായിരുന്നു. ചില ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഫിഷും അതേപോലെ പ്രോൺസും പിന്നെന്താ
ഇവൻ ഒക്ടോപ്പസ് വരെയും അവരിങ്ങനെ നമുക്ക് ഡിസ്പ്ലേക്ക് ഒരു ചെറിയ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഷോപ്പും നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചത് ഒരു ഷോപ്പ് തന്നെയാണ് രണ്ടെന്നാണ്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഓരോ ഷോപ്പ് പല പല ഈ ഫ്രിഡ്ജസൊക്കെ കാണുന്നത് ഓരോരോ ഷോപ്പിൻ്റെ മുന്നിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഒരു ഹോട്ടൽ സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു സീ ഫുഡ് തന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. കാര്യം ഇവിടെ കിട്ടുന്ന ഫുഡൊക്കെ നല്ല ഫ്രഷ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സീ ഫുഡും പിന്നെ നോർമലി ഒരു ഗ്രിൽഡ് ചിക്കനും ചെറിയ ബ്രസ്റ്റ് പീസ് ചിക്കനും എല്ലാം ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ തന്നെ അങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഫിഷിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റിയിരുന്നു. കാരണം വലിയ മസാലാസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അവരൊരു ഉപ്പും ഓയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്ത് ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തെടുത്ത ഒരു ഐറ്റംസാണ്. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഈ പ്രോൺസ് ഒന്നും വെന്തിട്ടുണ്ടാവില്ല എന്നാണ് കണ്ടപ്പോൾ. പക്ഷെ കഴിച്ചപ്പോൾ സംഭവം കൊള്ളായിരുന്നു. അത്യാവശ്യം പെപ്പറും ഒരു ചെറിയ സോസൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വന്നിട്ട് അടിപൊളിയായിരുന്നു. ഒരു 10-11 മണി ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയായിരുന്നു നൈറ്റ് അവിടെ കാണാൻ തന്നെ. നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ലൈറ്റ്സും പിന്നെ ആ മലകളുടെ ആ ഒരു ഷെയ്ഡും എല്ലാമായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങി. പിന്നെ മോർണിംഗ് ഞാൻ ചെറിയ ഒരു മാഗിയും ഒരു പഴവും പിന്നെ ഒരു കോഫിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കോട്ടൂർ ബോട്ടിങ്ങൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.